കുഞ്ഞു ഇന്ന് ഫുള്ള് നീ ഇവിടെ പോർത്താ. നീ പോകില്ല. നിന്റെ ചേട്ടൻ ഇന്ന് മുഴുവൻ പുറത്തു നിൽക്കും, മനസ്സിലായില്ലേ? വാനെ, എന്റെ കയ്യിൽ നിനക്ക് കിട്ടൂട്ടോ. വേണ്ട വാനെ, ചേട്ടൻ പൊക്കോളാം. നമ്മുടെ അമ്മ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല. പൊക്കോളൂ ഇവാനെ. ഇവാനെ, വേണ്ട ഇവാനെ, നീ പോയി ഉറങ്ങിക്കോ. നേരെ ഒരുപാട് ഇരുട്ടി. എന്നെ അമ്മ പുറത്താക്കിയതല്ലേ, ഞാൻ ഇവിടെ ഇരുന്നോളാം. വേറെ ഇങ്ങോട്ടും പോകുന്നില്ല ഇവാനെ. വേണ്ട ഇവാനെ, നീ അവിടെ ഇരുന്നോ. നീയെങ്കിലും അതിനുള്ളിൽ സുഖമായിട്ട് ഉറങ്ങേ. ഞാൻ ഇവിടെ ഇരുന്നോളാം. അറിഞ്ഞത് കേട്ടുവാനെ, അകത്തേക്ക് പോയിക്കോ. അമ്മ വഴക്ക് പറയുവാനെ. നീ പോയി ഉറങ്ങിക്കോ, ഇവിടെ ഇങ്ങനെ നിക്കണ്ട. ഞാൻ കാരണം നിന്റെ ഒരു കൂടി പോവണ്ട ഇവാനെ. പോയി കിടന്ന് ഉറങ്ങേ. അയ്യോ, എവിടെയില്ലാത്തൊരു ചേട്ടനാണ് എന്റെ ആ സ്നേഹം. ചേട്ടനില്ലാതെ ഉറക്കം വരില്ലാത്ര. അയ്യോ, എന്തായാലും ഞാൻ കൊടുത്ത പണി നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. ഒരു അനിയനെ ചേട്ടന് വന്നിരിക്കുന്നു. എത്ര നേരം നിന്റെ ചേട്ടൻ നീ ഇവിടെ നിന്ന് നോക്കുന്നു, എനിക്കൊന്ന് കാണാലോ. നിന്റെ ചേട്ടൻ ഇന്ന് മുഴുവൻ ഇവിടെ കേട്ടാൻ പോകുന്നില്ല. ഇങ്ങോട്ട് വാ, നിന്നെ അമ്മ കിടക്കാൻ വിളിക്കുന്നേ. ഇങ്ങോട്ട് വാടാ, ഇല്ലെങ്കിൽ ഇപ്പൊ അമ്മ വടി കൊണ്ട് വരും. ഇവാനെ, ചക്കര മോനല്ലേ, ഒന്ന് പൊക്കി ഉള്ളിലേക്ക്. അയ്യോ, സ്നേഹം കാണുമ്പോ തന്നെ ഛർദിക്കാനിരുന്നു. ഇവാനെ, പോയി കിടക്ക്. ചേട്ടനെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എന്നോടല്ലേ ഞാൻ പോയി കിടക്കാൻ പറഞ്ഞേ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഇവാനെ, ഞാൻ പറഞ്ഞു കേക്ക്, അല്ലെങ്കിൽ ചേട്ടൻ ഇവിടുന്ന് പോകും. നിനക്ക് എന്നെ കാണാൻ പോലും പറ്റത്തില്ല. ഒന്നുമില്ല, നിന്നോട് ഞാൻ പോയി കിടക്കാൻ പറഞ്ഞോ. എട്ടാണ് നോക്കി പഠിപ്പിച്ചേ. തരാനുള്ള കാര്യം കാട്ടി. രണ്ടു മാസമായിട്ട് ഒരു ഉറപ്പിച്ച് ഇവിടെ തന്നിട്ടില്ല. എത്ര പുട്ടാച്ചി പഠിക്കുന്നത്. പുട്ട് പോട്ടെ, എത്ര പയം അതും പോട്ടെ, എത്ര മുട്ടായി തന്നിട്ട് പറഞ്ഞേ. എല്ലാം കൂടി ഒരു 12 ഉറപ്പുണ്ടാവും തരാന്. മോചനം കൂടി തന്നോ കാലൊക്കെ. 2 മാസമായിട്ട് ജിതനോട് പറയുന്നേ. എന്തെങ്കിലും ദിവസം മാറ്റി പറഞ്ഞാ ഒന്നും കൂട്ടി വിട്ട് മടുത്തോയി. പറയാൻ കിട്ടാത്തോണ്ടല്ലേ ഇത് പറയുന്നേ. ആനക്ക് തരാൻ ഒരു ഉദ്ദേശമില്ല. ഞാൻ തരാ പറഞ്ഞില്ല അമ്മച്ചി. എനിക്കൊരു 4-5 മാസം കൂടി താ, ഞാൻ തരാം. ആനക്ക് ഇന്നും 4-5 മാസം. ആനക്ക് ഞാൻ ഒരു ദിവസം കൂടി തരടാ. ഇന്നലെ എന്റെ കായ്ക്ക് വേണം. അത് ഞാൻ ഇവിടുന്ന് വിടണ്ടാവില്ല. ഞാൻ എന്റെ കായ് കിട്ടാതെ പേരേക്ക് പോകണില്ല. എന്റെ അമ്മച്ചി ഒരു 4-5 മാസം കൂടി തന്നേ. ആരാണ് അമ്മച്ചി? ഞങ്ങളെ പോണ്ട അമ്മച്ചായത്. ഞമ്മക്ക് അതിന് വേണ്ടി പ്രായമൊന്നുമില്ല അമ്മച്ചിനെ വിളിച്ചാനായിട്ട്. ഓ, എന്നാ ചേച്ചി അങ്ങനെ വിളിക്ക്. ഞാൻ ഇതുവരെ തരാൻ പറഞ്ഞിട്ടല്ലേ കഴിച്ചോണ്ടിരുന്നേ. ഇനിയും അങ്ങനെ തന്നെ കഴിച്ചോളാന്നേ. ജന, അന്റെ അടുത്ത് പൈസ ഇല്ലാത്തോണ്ടാണെ തിരക്കടില്ല. അന്റെ അടുത്ത് മൂക്ക് മുട്ട പൈസ ഉണ്ടെന്ന് എനിക്കറിയാടാ. നമ്മളിവിടെ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. പക്ഷെ അന്നപ്പോഴത്തെ ദുഷ്ടന്മാർക്കൊന്നും നമ്മൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കൂല. എടാ, അനക്കാ ടൈലർ കടയിൽ എത്ര പോലെ പൈസ കിട്ടുന്നുണ്ട്. അതിന് എനിക്ക് തരാനുള്ള കൈ തന്നൂടെ. പൈസ ഇല്ലാത്തോണ്ടാ. ഓ, പൈസ ഇല്ലാത്തോണ്ടായിരിക്കൂലേ കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റിന് ഒരു ലോഡ് സാധനത്തിൽ തനിക്ക് പോയത്. അന്റെ മുതലാളി പറഞ്ഞല്ലോ അനക്ക് മാസം 15,000 ഉറുപ്പിക കിട്ടുന്നുണ്ടെന്ന്. ചെറിയ ചെക്കനല്ലേ ചേച്ചി, അത് വലിയ ചെലവൊന്നുമില്ലല്ലോ. കൂടിപ്പായ തുണി കുപ്പായ എടുക്കാൻ ചെലവ്, ബാക്കി കണ്ട് വാപ്പല്ലേ നോക്കണേ. പിന്നെ എനിക്ക് തരാനുള്ള പൈസ ഇല്ലാതെ എനിക്ക് വേറെ എന്ത് ചെലവാണുള്ളത്? ഓ, നിങ്ങൾക്ക് എനിക്ക് പൈസ തരാനൊന്നും ഒഴിവില്ല. എന്റെ പൈസ ഒക്കെ ഞാൻ iPhone 17 Pro Max എടുക്കാൻ വേണ്ടി സേവിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പറഞ്ഞാൽ മനസ്സിലാകില്ല. ഐഫോൺ 17 Pro Max എടുത്തിട്ട് വേണം എനിക്ക് വലിയ ഇൻഫ്ലുവൻസർ ആവാൻ വേണ്ടിയിട്ട്. എന്തായാലും വേണ്ടില്ല, നമ്മളെ കൈ നമുക്ക് ഇന്ന് കിട്ടിയേ പറ്റും. ഓ എന്റെ താത്ത, ഞാൻ തരാം. ഇവനോട് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഐഡിയ ഉണ്ട്. ഇത് തരാൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു ചായ കൂടി കുടിച്ചിട്ട് പോയിക്കാം. ആദ്യം നന്നായിട്ടുണ്ട്. അതാ 2 പൊറോട്ട കണ്ട് എടുത്തോളി. അടക്കാൻ നേരത്തെ ഇവിടെ പൊറോട്ട എടുത്തില്ലടാ. ഇപ്പൊ തരാടാ നിനക്ക് പൊറോട്ട. ആരെ പൈസ കുടിക്കാൻ പോകുന്നേ? ഞാനും നിങ്ങളുടെ പൈസ തരാൻ പോകുന്നേ ഇല്ല. എന്റെ താത്ത ബാറ്റോണ്ടൊക്കെ വന്നിട്ട് ഈ നേരത്തെ ആരെ ക്രിക്കറ്റ് കളിക്കാ? ക്രിക്കറ്റ് കളിക്കാനേടാ, അവന്റെ തല അടിച്ച് പൊട്ടിക്കളവാ. അയ്യോ താത്താക്ക് വട്ടായേ. നിക്കട നമുക്ക് അവിടെ നിക്കട പറപ്പാ. എടാ കുഞ്ഞു, എടാ ഇക്കു നീ എന്താ ഇവിടെ? അതൊക്കെ പിന്നെ പറയും, നീ എന്താ ഇവിടെ? എടാ എന്റെ പിന്നാണ്ട് ഒരു പട്ടി കടിക്കാൻ വരുന്നുണ്ടായിരുന്നു. പട്ടിയാ? എന്നിട്ട് എവിടെ? ദേ ദാണ്ട വരുന്നു. എന്താ പറഞ്ഞ ഈ പട്ടി വരുന്നേ? ഞാൻ ശരിയാക്കി തരാം. പട്ടി ദാണ്ട ദാണ്ട, ഇതോണ്ട് വേറെ കിട്ടിയണ്ടല്ലോ പട്ടി. തുറന്നു പോകും. താങ്ക് യു താത്ത. ഓ മൈ ഗോഡ്, കുഞ്ഞുമുട്ട റോക്ക്ഡ് പട്ടി ഷോക്ക്ഡ്. എന്തൊക്കെയത്? അല്ല ഇതേടാ ചെറുക്കൻ. ഇവനെ നിനക്ക് എങ്ങനെ അറിയാം ഇക്രോ? ഇവനോ? ഇവനെന്റെ ടൈലറിംഗ് ഷോപ്പിന് പണിക്ക് വന്നായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഫ്രണ്ട്സ് ആയതാ. ആണല്ലേ? എടാ ചെറുക്ക ഇങ്ങോട്ട് വന്നേ. എന്റെ പേരെന്താ? എന്റെ പേര് കുഞ്ഞു. നമ്മളെ 2 പേര് ഒന്നാണല്ലോ. എന്റെ പേര് കുഞ്ഞിമു, എന്റെ പേര് കുഞ്ഞു. എന്നെ കുഞ്ഞുമുത്ത എന്ന് വേണമെങ്കിൽ എനിക്ക് വിളിച്ചാട്ടോ. അല്ലല്ല, അന്ന് ആരും ഇന്നേരത്തെ വീട്ടിൽ പുറത്തേക്ക് ഇന്നേരത്തെ കാര്യത്തിൽ പുറത്തേക്ക് സ്വന്തം മക്കളെ വിടുവോ? അന്റെ കുഞ്ഞുമുത്തങ്ങൾ എന്നോട് ചോദിക്കാത്തേ? ഓ വീടിന്റെ അപ്പുറത്തല്ലടാ എന്റെ പേരാ, പിന്നെ എന്താ തടങ്ങറ്? ഈ പറഞ്ഞ കുഞ്ഞുവിന്റെ പേര് ഓടെ കുഞ്ഞോ? ഇവിടുന്ന് കുറച്ച് വിട്ടാ. ഞാൻ പട്ടി ഓടിച്ചപ്പോ വഴിയൊന്നും അറിയാതെ എങ്ങോട്ടോന്ന് വെച്ച് ഓടിയതാ. അപ്പോഴാ നിങ്ങളെ കണ്ടേ. നിങ്ങളെ രക്ഷപ്പെടുത്തിയോണ്ട് ഞാൻ രക്ഷപ്പെട്ട്. അതല്ല ഇത് പറ, എന്താ പെരയിൽ പോന്നുകണേ? ഉമ്മി ബാപ്പയൊന്നും അറിഞ്ഞിട്ടിയാതൊന്നു പോന്നതൊന്നു. എന്റെ കുഞ്ഞുമറ്റ എന്നെക്കൊണ്ട് കാര്യങ്ങളൊന്നും അറിയിട്ടാണ്. എനിക്ക് പാര കാര്യങ്ങളും അറിയണ്ട. എടാ ജിമ്മന്റെ ടൈലർ പണിക്ക് പോക്കില്ലായിരുന്ന എനിക്ക് എത്ര കായിട്ടു? ഒരു ദിവസം 600 രൂപ വെച്ച് കിട്ടും. എടാ ഇക്രു, ഒരു ദിവസം 600 കിട്ടിട്ട് എനിക്ക് 2000 രൂപ തരാൻ വെച്ചേ. 4 ദിവസത്തെ കൂലി മതിയല്ല അതിന്റെ കടം കൂട്ടാനായിട്ട്. ഞാൻ തന്നോളാം, നിങ്ങൾ ഈ ബാറ്റൊന്ന് മാറ്റി വെക്കോ? അതല്ല ജങ്ങനെ പെരേന്ന് പുറത്തിറങ്ങി? അത് പിന്നെ എന്റെ അമ്മ എന്നെ പുറത്താക്കിയതാ. ഇജു ഇക്കുറിന്റെ മാതിരി കുർത്തക്കേടാണല്ലേ? പെരലുണ്ട് ഒരുത്തനെ. നിങ്ങളൊക്കെ മാറി തന്നെ കുർത്തക്കേടിന്റെ ആസാനാണ്. എന്റെ കുഞ്ഞുമട്ട ഓന് കുരുത്തക്കേടൊന്നും അല്ല. ഓന്റെ പെരയിലെ ഓന്റെ 2ാമത്തെ ബാപ്പ ഓനെ നല്ലോ എടങ്ങേറാക്കണ്ടേ. അത് പിന്നെ അതൊക്കെ പിന്നെ അറിയാം. എടാ ഇക്രോ, ഏതായാലും പൈസ തരണയാ. അതുകൊണ്ട് 2 ആഴ്ചക്ക് ഫ്രീ ആയിട്ട് പണി തരണം. ഒന്ന് പോയിക്കാ അവിടുന്ന്. എനിക്ക് അതിലൊന്നും നേരമില്ല. എന്റെ വാപ്പാനെ കണ്ടിട്ട് 4 വർത്താനം പറയാനുണ്ട്. ഇത് പരീക്ഷക്ക് പൊട്ടിയതും ഇന്റെ അടുത്ത് വന്ന് കണ്ട് ഒപ്പിട്ട് പോയതും ഒക്കെ ഞാൻ എന്റെ ബാപ്പാക്ക് പറഞ്ഞു കൊടുക്കും. ആണോ? കുഞ്ഞുമുത്തങ്ങളിൽ പറഞ്ഞ ഞാൻ നിങ്ങളെ സഹായിക്കാതിരിക്കോ? ഞങ്ങളെ മുത്തുമണിയല്ലേ? താത്ത നിങ്ങളെ കടയിലേക്ക് എന്തേലും ജോലി തരുമോ? ഒരു പൈസയും തരണ്ട. താത്ത നിങ്ങളെ കടയിൽ എനിക്കൊരു ജോലി തരുമോ? എന്തിനാ മോനെ എനിക്ക് എന്റെ കടയിൽ ജോലി? ഞങ്ങളെ കടയിലൊക്കെ ജോലി ചെയ്ത എത്ര പൈസ കിട്ടുന്ന എനിക്ക് അറിയണതല്ലേ. ഇക്രോണെ തന്നെ ഇപ്പൊ ഞാന് മോന്റെ കൈക്കന്ന് 2000 കിട്ടുകയെന്നുള്ള ഉറപ്പുള്ളോട് ചോദിച്ചതാണ്. അവിടെ പണിക്കാർ ആവശ്യമൊന്നുമില്ല മോനെ. ഈ പ്രാവശ്യത്തെ തന്നെ പണിയെടുക്കാനുള്ളൊക്കെ മനസ്സുണ്ടല്ലോ എനിക്ക്, അതന്നെ മതി. നിങ്ങളെ കടയിൽ എനിക്ക് ഉറങ്ങാനേലും കുറച്ച് സ്ഥലം തരുമോ? അതെന്താ കുട്ടിയെ അങ്ങനെയൊക്കെ ചോദിക്കണേ? ഇതിനെ പെരേക്ക് പോണില്ലേ? ഇല്ല, ഇന്ന് എന്തായാലും എന്നെ അങ്ങോട്ട് കേറ്റൂല, അതുകൊണ്ട് ഞാൻ പോണില്ല. ഇനി ചെന്തിനെ കുട്ടിയെ പീടിയിൽ കിടക്കണം എന്നൊക്കെ പറയണേ. നമ്മള് കുട്ടിക്ക് പോരെ? ആടാ, അല്ലെങ്കിൽ ചിന്തോടുക്ക് പോരെ? ആടക്രോ, ഓ ഇന്തോടുക്ക് പോന്നോട്ടെ. നിങ്ങൾക്ക് അതൊരു ഇടങ്ങാറാവില്ലെന്നോ? എന്റെ കൂട്ടുകാരനെ കൊണ്ട് നിങ്ങൾക്ക് ഇടങ്ങാറോ? നിങ്ങൾ വേണമെങ്കിൽ 2000 ക്യാൻസൽ ചെയ്തെന്നാളെ. ഇവനെ ഞാൻ എന്റെ വരെ കൊണ്ടേക്കോളാം. ഇതിന്റെ പാനച്ചങ്ങല പൊട്ടിച്ചാലും കുതിരച്ചങ്ങല പൊട്ടിച്ചാലും നമ്മളെ വീട്ടിൽ 2 ആഴ്ചക്ക് പണിക്ക് വരണം. എല്ലാം പണിച്ചെടുക്കണം. 2 ഉറപ്പ് എനിക്ക് വേണ്ടിയത്, മനസ്സിലായാ? പാപം എൻ്റെ ബാപ്പാനെ എനിക്കറിയാം, അതൊരു പാവാണ്. ഇതേപോലെ തലതെറിച്ചൊരു സാധനം ഉണ്ടായത് അതിന്റെ കുറ്റം കൊണ്ടാ എനിക്കറിയില്ല. എൻ്റെ ബാപ്പാനോട് ഞാൻ എന്തായാലും കായ് ചോദിക്കണേ, കാരണം അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എൻ്റെ കുരുത്തക്കേടുകളൊന്നും. പാവം വജ്ജാത്തൊരു ഉമ്മയാണ് എനിക്കുള്ളത്. എന്തെങ്കിലും ബോധം ഉണ്ടായ എനിക്ക് അതില്ല. അമ്മ എൻ്റെ പിന്നെ ഈ ബാറ്റ് കൊണ്ട് പറഞ്ഞത് എന്നെ തല്ലിക്കൊല്ലാനൊന്നുമല്ല, അന്നത് വരുത്തിക്ക് വരുത്താനാ. എൻ്റെ അടുത്ത് കായ് കിട്ടിയിട്ട് എൻ്റെ കടം വീട്ടിലുണ്ടാവില്ല. മൊഴാക്കിൻ്റെ പിടിയിൽ 2 വെച്ചൊക്കെ നിന്നോ. എൻ്റെ കൂട്ടുകാരൻ നമ്മളെ കുടിയിൽ നിന്നോട്ടെ, എത്ര ദിവസം വേണമെങ്കിൽ നിന്നോട്ടെ, നമ്മൾ ചോറ് കൊടുത്തോളാം. നാളിക്രോ അന്ത 2000 നമ്മൾ മറക്കൂല. ഈ തള്ള ഇത് വാ മോനെ, നമുക്ക് ഇക്രൂന്ന് എൻ്റെ പെരക്ക് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ പെരക്ക് പോരാ. വീഡിയോയിലൊന്നും കൊടുക്കണ്ട. പിന്നെ ഇന്ന് എന്റെ കുടിയിൽ നിന്നിട്ടാണ്ട് പെരയിൽ പോയിട്ട് ഞാൻ റെഡിയാക്കി തരാം. എന്റെ പേരും കുടിക്ക് കാണിച്ചു തന്നാൽ മതി.
അമ്മരൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം ട്ടാ. ആ ചായ കുടിച്ചിട്ട് നേരെ എൻ്റെ വരെ പോവാം. എങ്ങനെയുണ്ട്? അതൊന്നും വേണ്ട, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. ബേജാറാവണ്ടേ, നമ്മളൊക്കെ ശരിയാക്കി തരേ. ഈ കുഞ്ഞുമുള്ളപ്പോ ആരും ഇവിടെ വിഷമിച്ചിരിക്കൂല. ഇന്നെന്തിനാ കുഞ്ഞുമുത്ത നിങ്ങൾ ഇന്നെങ്ങനെ വിഷമിപ്പിക്കണേ? ഞാനൊരു പാവയ്ക്കുറല്ലേ. അന്ന് വിഷമിപ്പിക്കാൻ എനിക്ക് ഒരു മടിയില്ലടാ. അല്ല, എന്നാ ഞാനുണ്ട് കുഞ്ഞിനെ നിങ്ങളെ പെരേക്ക് കൊണ്ടാക്കാനായിട്ട്. ഓനക്ക് കൂട്ടി നിക്കറോ അവിടെ നിന്നോ? ഇനിയിപ്പോ 2 ആഴ്ച നമ്മളോടല്ലേ എനിക്ക് പണി. ഇനിയിപ്പോ ഭർത്തനെ കുടിക്കോ. എന്താപ്പത് നിങ്ങളെ പെരയിൽ നേച്ചർ അടുങ്ങാൻ പോകണ്ട നിങ്ങള്? എന്തെന്ന് ഇത്ര നേരം വെക്കണേ? കച്ചവടം ഉണ്ടായിരിക്കും. ഇന്നേരായിട്ട് കഴിഞ്ഞിട്ടില്ലേ? ആ ഇമ്മ വന്നല്ലോ. ഇക്രു ഉണ്ടല്ലോ, മറ്റേ കുട്ടിയതാ. എടാ ഇക്രു, എനിക്ക് മടിയാവുന്നേ. എടാ മടിക്കൊന്നും വേണ്ടടാ. കുഞ്ഞുമത്തെ ആളൊരു പാവ. ഈ കാണുന്ന ശാഠ്യം മാത്രമേ ഉള്ളൂ. ആളൊരു പാവ. ശരിക്കും പറഞ്ഞാൽ എത്ര പോയി പൈസ ഞാൻ കുഞ്ഞുമത്തൊക്കെ കൊടുക്കാനുണ്ടെന്ന് അറിയോ? ഞാൻ എത്ര പോയി ഭക്ഷണം അവരുടെ കടയിൽ നിന്ന് കഴിച്ചിരിക്കുന്നേ. 2000 രൂപയല്ലേ ചോദിച്ചുള്ളൂ. അത് തന്നെ വലിയ കാര്യം. എടാ എന്നാലും ഞാൻ ഇവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ പിന്നെ ഇവരുടെ കട ജോലി കിട്ടുവച്ചിട്ടാ ചോദിച്ചേ. ഓ അതൊന്നും ആവില്ല. ഇവർ നീ വിചാരിക്കുന്ന പോലത്തെ ആൾക്കാരല്ല, നല്ല ആൾക്കാരാ. എടാ എനിക്ക് പേടിയാവുന്നടാ. ഞാൻ ഇവർക്കൊരു ബുദ്ധിമുട്ടാവോ? നീ ഒന്ന് പോയിക്കോ എന്റെ കുഞ്ഞോ. എന്താ എത്ര നേരം വണ്ടി? എന്താ ഇക്രൂനായിട്ട് പോന്നേ? മറ്റേ കുട്ടി ഏതാ? ആ ഇക്രൂനെ ഇനി 2 ആഴ്ച തിന്റെ ഇപ്പൊ ജോലിക്ക് നിർത്താം. അതുകൊണ്ട് ഓൻ നമ്മളോടുണ്ടാവും. അമ്മ നിങ്ങൾക്കൊരു സഹായാവൂലേ? എനിക്ക് ഓഫീസിൽ പോവാണ്ടായതുകൊണ്ട് എനിക്ക് ഏതായാലും ഉമ്മാനെ സഹായിക്കാൻ പറ്റില്ല. അപ്പൊ ഒരാൾ സഹായത്തിനുള്ള നല്ലതല്ലേ? ഒറ്റക്കല്ലേ ഒക്കെ ചെയ്യണത്. അതിൽ കെട്ട് മറ്റേ കുട്ടി ഏതാ? അങ്ങോട്ട് പോണോ? അല്ല മറ്റേ കുട്ടി ഏതാ പറഞ്ഞില്ല? ആ അത് ഇക്രൂന്റെ കൂട്ടുകാരനാണേലോ. ഓൻ അതിന്റെ പേരെ നിന്നെടുത്ത് പുറത്താക്കിക്കണല്ലോ. അടിച്ചോനെ, ഇന്നേരത്തെ ചെറിയ കുട്ടീനെ പേരെന്ന് പുറത്താക്കിക്കേ. എന്തിനാണ് ഇത്ര പുറത്താക്കിയത്? ആ അതൊക്കെ ഓൻ എനിക്ക് പറഞ്ഞുതരും. ഒരു പാവം കുട്ടിയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ കുടി കടന്നോന്ന്. ഞാൻ രാവിലെ പോവാലോ. അടിച്ചോനെ, പാവാണ്. ഇന്നേരത്തെ ആ കുട്ടിയുടെ പേരെന്ന് പുറത്താക്കിക്ക. ചെറിയ കുട്ടികളല്ലേ ഇവരൊക്കെ. നമ്മൾ ഉസ്മാന്റെ പ്രായമില്ലേ ഓൻക്കുള്ളു കണ്ടിട്ട്. ആ അതാ പിന്നെ ഞാൻ ഓനെ ഇങ്ങോട്ട് കൊടുന്നേ. ഇക്രൂന് 2 ആഴ്ച ഇവിടെ നിർത്തണം. പിന്നെ ചെറിയ കാര്യം ഇക്രോനോട് പറയരുത്. എന്തമ്മ? ഇക്രൂന്റെ അമ്മക്ക് തീരെ വെച്ചായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കണമെന്ന് എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞിരുന്നേ. അവിടെ 2 ആഴ്ച അഡ്മിറ്റ് ആവണത്രേ. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഇക്രൂനെ ജോലിക്ക് നിർത്താൻ തീരുമാനിച്ചത്. അടച്ചോനെ, വല്ലാത്തൊരടങ്ങേറ്. എന്നിട്ട് എന്താണ് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓന്റെ വാപ്പ വിളിച്ചത് എനിക്ക് കുറച്ച് സീരിയസ് ആണെന്നാ കേട്ടത്. ഓനെ നോക്കാൻ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ നമ്മളല്ലാതെ. അതുകൊണ്ടാണ് ഞാൻ ഓനെ ഇങ്ങോട്ട് കൊടുന്നേ. അത് ജോലി ചെയ്യാനാന്നാ പറഞ്ഞിട്ട് കൊടുന്നിക്കണത്. അല്ല അപ്പൊ ഇമ്മ എന്നോട് ആദ്യം പറഞ്ഞത് ഓനെ ജോലിക്ക് നിർത്തുകയാണെന്നാണല്ലോ. അല്ല ഓനോട് പറയണ്ടെന്ന് പറഞ്ഞു ഓന്റെ വാപ്പ. ഓൻ ഞാനൊരു ഇടങ്ങേറായാലോ. അപ്പൊ ഓനോട് ഞാൻ അങ്ങനെ പറഞ്ഞേ. ഏതായാലും ഓൻ നമ്മളെ കടയിൽ കുറെ കട ഉണ്ട്. ആ പേരും പറഞ്ഞ് ഓനെ നിർത്താൻ വിചാരിച്ച്. ഞാൻ ഓനോട് അവിടെ തിന്നേനും കുടിച്ചതിനും കണക്ക് പറയോ ചെയ്യുന്നോ? ഓൻ നമ്മളെ കുട്ടിയെ നല്ല ഉസ്മാന്റെ മാതിരി. ഞാൻ വെറുതെ ഓനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. എന്തേ വിചാരിച്ചിരിക്കണമെന്ന് എനിക്കറിയില്ല. ഓനോട് എനിക്ക് സത്യം പറയാൻ പറ്റൂലല്ലോ. എന്താ മക്കളെ ഇവിടെ തന്നെ നിക്കണേ? ഇങ്ങോട്ട് വരി. എന്താ മോനെ ഇവിടെ നിക്കണേ? വാ ഔത്തിക്കിരിക്കി, ഞാൻ ചോറെടുത്തരാ. അല്ല താത്ത, അതൊന്നും വേണ്ടാത്ത നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. എന്ത് ബുദ്ധിമുട്ട് മോനെ? വാ ഔത്തക്ക് വാ. അതെ ഇന്നെ ക്ഷണിക്കണൊന്നുമില്ലേ? നിക്കറോ അല്ല ക്ഷണിക്കാൻ വേണ്ടിണ്ടാ? ഇവിടെ ആദ്യമായിട്ടൊന്നും അല്ലല്ല. അല്ലമ്മ, ഉസ്മാൻ എന്നാ വരാ? ഓൻ കൊറേ സ്ഥലമ്മാൻ്റെ കൂടി പോയിട്ട്. ആ ഓനിനി കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് വരുള്ളൂ. ഓനെ ഞാൻ കാണിച്ചു കൊടുത്തോളാം അമ്മ. ഓനോട് പോകുമ്പോ എന്താ പറഞ്ഞറിയോ? 4 ദിവസത്തിന് പോവാണെന്നേ. എന്നിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ആ വന്നോളൂ കേട്ടോ. അമ്മയ്ക്ക് നോനിക്ക് വിളിച്ചു നോക്കാം. എന്നാ വരി, എല്ലാരും ഔത്തേക്ക് വരി. എല്ലാവർക്കും ഫുഡ് എടുത്തേക്കാം. എന്താ മക്കളെ കഴിക്കാത്ത? കഴിക്കേ. ഇതിരിക്കട്ടെ. മോന്റെ പേരെന്താ? കുഞ്ഞ്. ഓ കുഞ്ഞ്. അതല്ല മോനെ, എന്താ വീട്ടിലെ പ്രശ്നം? എന്തിനാ മോനെ പുറത്താക്കിയേ? അത് പിന്നെ ധൈര്യമായിട്ട് പറഞ്ഞ മോനെ. ആ കൊച്ചു കൊള്ളാലോടാ. നിന്നെ ഇത്രയും പ്രശ്നത്തിലാക്കിയത് ചെറിയ കൊച്ചായിരുന്ന. ഇപ്പത്തെ കുട്ടികൾക്ക് ഒരു കഥ. എന്നിട്ട് നിങ്ങളുടെ അമ്മ ആ കുഞ്ഞ് പറഞ്ഞതൊക്കെ വിശ്വസിച്ചോ? അതെ, അമ്മ അവളെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല. ഇങ്ങനെയൊക്കെ ഉള്ളവർ എന്താ മാണ്ടിയത്? അന്റെ അമ്മ നിക്കൊന്ന് കാണില്ലോ. അല്ല മോനെ, അവിടെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണോ? ആ കുഞ്ഞ് പറയുന്നതൊക്കെ അമ്മ വിശ്വസിക്കോ? പിന്നെ അമ്മ ലീവ് ഉള്ളപ്പോ മാത്രമേ വീട്ടിൽ വരാറുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെ എൻ്റെ രണ്ടാമത്തെ അച്ഛനും ഞാനും അനിയനും
ഉണ്ടാവത്തുള്ളൂ. അപ്പൊ പിന്നെ സുഖമായില്ലോ അവർക്ക്. അമ്മയുടെ തടസ്സമില്ല, നല്ല എടിഞ്ഞാറാക്കലുണ്ടായിരിക്കൂലേ? എല്ലാ ഉപദ്രവങ്ങളും ഞാൻ സഹിക്കും. പക്ഷെ എന്നെ പോലെ തന്നെ എൻ്റെ അനിയനെയും പഠിപ്പിക്കാതെ അയാള് അവനെ സ്കൂളിൽ ചേർക്കാനുള്ള പൈസ കൂടെ അമ്മേൻ്റെ കയ്യിൽ തട്ടി കിട്ടാനുള്ള അടവ് കൊണ്ട് വന്നേക്കുവാ. അപ്പം മോനെ നിന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കുന്നില്ലേ? ഇല്ല, അമ്മ ഹോളിഡേയ്സിലല്ലേ വരാ. അപ്പോൾ അമ്മയ്ക്ക് അറിയില്ലല്ലോ ഞങ്ങൾ സ്കൂളിൽ പോകുന്നുണ്ടെന്നോ ഇല്ലെന്നൊന്നും. അച്ഛൻ പറയുന്നത് അമ്മ വിശ്വസിക്കും. അച്ഛൻ പറയും ഞങ്ങളൊക്കെ പറഞ്ഞയക്കണ്ടെന്ന്. അത് വിശ്വസിക്കും. സത്യം പറഞ്ഞ ഞാൻ ഇതുവരെ ആയിട്ട് സ്കൂളിൽ പോയിട്ടില്ല. ഞാൻ KGയിലൊക്കെ പോയിട്ടുണ്ട് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്ന ടൈമിൽ. പക്ഷെ എൻ്റെ അനിയനെ അതിന് പോലും പറഞ്ഞയക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തൊരു ക്രൂരന്മാരാണ്. അവനെ കഷ്ടം തന്നെ. നീ സ്കൂളിലൊന്നും പോകുന്നില്ല എന്ന് കേട്ടപ്പോൾ വിഷമം തോന്നുന്നു. എന്റെ കുഞ്ഞോ, സ്കൂളിൽ പോയിട്ടൊന്നും ഒരു കാര്യമില്ലടാ. കുറെ പഠിച്ചാനുണ്ടാവും. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ലാന്ന് അതിന് പറയണേ. ഇക്രോ, ഓനെത്ര പൂതിന്റെ സ്കൂളിൽ പഠിക്കാനേ? അവന്റെ സാഹചര്യം കൊണ്ട് അവൾക്ക് പഠിക്കാൻ പറ്റണില്ല. എനിക്ക് സ്കൂളിൽ പോകാനുള്ള സാഹചര്യം ഉണ്ട്. എന്നിട്ട് പഠിക്കണ്ടോ? ഇജ് ഉസ്മാനും കൂടി ഇവിടെ കുതിരഴിച്ച് നടക്കലല്ലേടാ. അത് പിന്നെ ഈ കുഞ്ഞിനെ അവർ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് തോന്നുന്നു. ഞാൻ നാളെ സംസാരിച്ചോളാം അവരോട്. തീരുമാനാക്കി കൊടുക്കണ്ടോക്കെ. അയ്യോ വേണ്ട, നാളെ നമ്മൾ ചെല്ലുമ്പോഴേക്കും എൻ്റെ അമ്മ പോയിട്ടുണ്ടാകും. പിന്നെ അയാളായിരിക്കും അവിടെ ഉണ്ടാകുക. അയാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തോളല്ലോ. ഞാൻ പറഞ്ഞു കൊടുത്തോളാം അയാൾക്ക്. നാളത്തോളം ഓന്റെ എല്ലാ കുഞ്ഞിപ്പുഞ്ഞ ശരിയാക്കി കൊടുത്തോളാം. അയ്യോ വേണ്ട. എന്റെ കുഞ്ഞോ, അയാൾ എന്റെ ആരാ? അയാൾ എന്നെ കുറെ ഉപദ്രവിച്ചിട്ടില്ലേ? ഇനിയിപ്പോ കുഞ്ഞുമത്തെ അയാളെ എന്ത് പറഞ്ഞാൽ എനക്കെന്താ? അന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ? അതേ മോനെ, നാളെ ഉമ്മ വന്നിട്ട് എല്ലാം ശരിയാക്കി തന്നോളൂ. പിന്നെ സ്കൂളിൽ പോകാനുള്ള കാര്യമെങ്കിലും ഉമ്മ പറഞ്ഞ് ശരിയാക്കി തന്നോളൂ. ഇല്ല, അയാൾ അതൊന്നും കേൾക്കാൻ പോകുന്നില്ല. അയാൾ കേൾക്കോ കേൾക്കൂല ഞമ്മക്ക് കാണാലോ.